ഹലോ ഗൈസ്. അപ്പോൾ യൂട്യൂബർ ആയിട്ടുള്ള മണവാളൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷഹീൻ ഷാ, ആ മുഹമ്മദ് ഷഹീൻ ഷയുടെ മുടി മുറിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പൂർണ്ണമായും ചട്ടപ്രകാരമാണെന്നാണ് പോലീസുകാർ പറയുന്നത്. അതായത് ജയിൽ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്നാണ് പോലീസുകാർ പറഞ്ഞത്. മാത്രമല്ല ഈ മണവാളൻ ഇതെല്ലാം മണവാളൻ ഇതിനൊന്നും എതിർപ്പ് പ്രകടിപ്പിക്കാതെ വളരെ മണവാളന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് ജയിൽ അധികൃതർ ഇതിന് നൽകിയിട്ടുള്ള വിശദീകരണം. ഇതിന് പിന്നാലെ മണവാളന് മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃശ്ശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും അതിനുശേഷം പിന്നീട് തിരിച്ച് ജയിലിൽ എത്തിച്ചുകൊണ്ടൊക്കെ അതൊക്കെ ന്യൂസിൽ വന്നിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മണവാളന്റെ ഫാമിലി, അതായത് മണവാളന്റെ ഉപ്പയും ഉമ്മയും ബന്ധുക്കളാണെന്ന് തോന്നുന്നു, മണവാളനെ ജയിലിലെത്തി കണ്ടിരുന്നു. അപ്പോൾ മണവാളൻ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. അതായത് തൻ്റെ സമ്മതപ്രകാരമല്ല ഈ മുടി മുറിച്ചത് എന്നൊക്കെയാണ് മണവാളന് അവരോട് പറഞ്ഞത്. അതായത് മണവാളനെ നിർബന്ധിച്ചിട്ടാണ് ഇത്തരത്തിൽ മണവാളൻ്റെ മുടി മുറിച്ചത് എന്നാണ് പറയുന്നത്. മുടി മാത്രമല്ല, താടി മീശ അടക്കം എല്ലാം ഇത്തരത്തിൽ ട്രിം ചെയ്ത് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മണവാളൻ്റെ ഉമ്മയെ കണ്ട ഉടനെ തന്നെ പറഞ്ഞത്, ഉമ്മ എൻ്റെ മുടി മുറിച്ചു ഉമ്മ എന്നൊക്കെ പറഞ്ഞു വന്നു, സങ്കടത്തോടെ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ മണവാളൻ പറഞ്ഞു എന്നാണ് മണവാളൻ്റെ കുടുംബം പറയുന്നത്. അതായത് നിർബന്ധിച്ച് മുടി വെട്ടാൻ കൊണ്ടുപോയ സമയത്ത് മണവാളൻ പറയുന്നുണ്ട്, അടുത്ത മാസം എനിക്കൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്, മാത്രമല്ല എൻ്റെ കല്യാണവും വരുന്നുണ്ട് എന്നൊക്കെയാണ് മണവാളൻ പറഞ്ഞത്. ഇതിന് ശേഷം മണവാളൻ പറഞ്ഞത് തനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ. പക്ഷെ അതിനൊന്നും പോലീസുകാർ അനുവദിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ്, നിന്നെ ഒരു മനോരോഗിയാക്കി ഞങ്ങൾ ചിത്രീകരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു പോലീസ് എന്നാണ് മണവാളൻ കുടുംബത്തോട് കാണാൻ വന്ന സമയത്ത് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ കുടുംബം ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. മണവാളന്റെ കുടുംബം ഇപ്പൊ പറയുന്നത് ജയിലധികൃതര് അവർക്ക് ആവശ്യമുള്ള നിയമത്തിന്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതല്ലാതെയും വേറെ ഉണ്ട്. അതായത് എത്ര വലിയ പ്രതിയാണെങ്കിലും ഒരു മാസത്തിനുള്ളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യേണ്ടതെന്നൊക്കെയാണ് അവർ പറയുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ അങ്ങനെയാണ് ചാനലിൽ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ വന്നതിൻ്റെ പിറ്റേ ദിവസം ആണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു മുടി മുറിക്കലും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ മണവാളന് എന്താണ് കുടുംബത്തോട് പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ എത്രത്തോളം സത്യമാണ് എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും മണവാളന്റെ കുടുംബം മണവാളന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ നമുക്ക് അവരെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു പൊതുജനം, അതല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന നമുക്ക് തോന്നുന്ന ഒരു കാര്യം, അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇത്തരത്തിൽ മണവാളൻ ജയിലിലാവാൻ കാരണം മണവാളൻ തന്നെയാണ്. മണവാളന്റെ പ്രവൃത്തി കൊണ്ടാണ് മണവാളൻ ജയിലിലായത്. അതായത് രണ്ടുപേരെ ബൈക്കിൽ പോയ രണ്ടുപേരെ കാറെടുപ്പിച്ച് കൊല്ലാൻ നോക്കിയ കേസിലാണല്ലോ ഇപ്പം അകത്തായത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും യൂട്യൂബ് വീഡിയോ ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതിന് പകരം ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇനി വരുന്നതൊക്കെ അനുഭവിക്കുക, അതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ എന്ന് തന്നെ പറയേണ്ടി വരും ഈ കേസിൽ. സത്യത്തിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഈ മണവാളന് മാനസികാസ്വാസ്ഥ്യം വന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് പോലീസുകാർ ഒരു കാര്യം കൂടി പറഞ്ഞതായിട്ട് ന്യൂസിൽ ഞാൻ കേട്ടിരുന്നു. അതായത് ഈ ഒരു മുടി മുറിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമല്ല ഇത്തരത്തിൽ മണവാളന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായത്. അതായത് മണവാളന് എന്തോ ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മണവാളന് ഇത്തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം ഉണ്ടായതെന്നായിരുന്നു അന്ന് ന്യൂസിൽ ഞാൻ കേട്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഇത് മണവാളൻ പറഞ്ഞ കാര്യം സത്യമാണ് എങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മറു ചോദ്യം, അതായത് മണവാളൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനഃപൂർവ്വം മണവാളനെ സമൂഹത്തിന് ഇൻസൾട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളാണ് മണവാളൻ എന്ന് കാണിക്കാനാണ് പോലീസിൻ്റെ ഉദ്ദേശമെങ്കിൽ നമുക്ക് തിരിച്ച് അവരോട് ചോദിക്കാനുള്ള ഒരു മറു ചോദ്യം എന്നുള്ളത്, പോലീസുകാർ എന്തിനാണ് മനഃപൂർവ്വം മണവാളനെ ടാർഗറ്റ് ചെയ്യുന്നത്? പോലീസുകാർക്ക് അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഇതാണ് ഈ കേസിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം.